ഒരു നല്ല കാര്യം സംഭവിച്ചപ്പോൾ അതിനുവേണ്ടി ഒത്തുകൂടിയിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എൻ്റെ സ്വാഗതം പറയുന്നതിന് മുൻപ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത്, എൻ്റെ എല്ലാ സിനിമ തുടങ്ങുമ്പോഴും ആദ്യം എഴുതി കാണിക്കുന്നത് ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് സർവ്വതിൻ്റെയും തലവനായ ദൈവത്തിന് നന്ദി എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അത് തന്നെ ഇവിടെ ഉറക്കെ പ്രഘോഷിക്കുകയാണ്. ദൈവാനുഗ്രഹം മാത്രമാണ് ഇന്നിവിടെ സംഭവിക്കുന്ന 65 ദിവസങ്ങൾ സ്റ്റിൽ പടം തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അറിയിക്കാത്ത ഒരു ദൈവാനുഗ്രഹമായി തന്നെ അതിനെ കാണുന്നു. ഇനി പറയേണ്ടത് എൻ്റെ മാനസ ഗുരു, എൻ്റെ പ്രിയപ്പെട്ട ഗുരു സിദ്ദിഖ് സാർ കഴിഞ്ഞ സിനിമയിൽ ഒരു വേഷം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് പോയതാണ്. ആ സിനിമയുടെ OTT റിലീസ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒത്തിരി നേരം എന്നോട് സംസാരിക്കുകയും ഞാൻ പറഞ്ഞു, ഇക്ക അടുത്ത സിനിമയുടെ കഥയായിട്ടുണ്ട്, ഞാൻ വരും, ഇക്ക കേൾക്കണം, ഏത് സമയത്തും ജിസ്സിനെ വിളിക്കാതെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരാമല്ലോ എന്ന് പറഞ്ഞ് ഒരു യാത്ര പറയാനുള്ള സാവകാശം പോലും തരാതെ പോയി കളഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സിദ്ദിഖയ്ക്കാണ് ഈ സിനിമ സമർപ്പിച്ചിരിക്കുന്നത്. ഒരു നിമിഷം ഇക്ക ഇരുന്നുകൊണ്ട് തന്നെ ഒരു നിമിഷം ഒന്ന് മനസ്സിൽ നമുക്ക് ഓർക്കാം. താങ്ക് യു. ഒരു ഏപ്രിൽ മാസം 17-ാം തീയതി തലശ്ശേരിയിൽ ആണ്ടല്ലൂർ കാവിലാണ് ഈ സിനിമ പൂജ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അന്ന് ആസിഫ് ടുണീഷ്യ എന്ന് പറയുന്ന രാജ്യത്താണ് വേറെ സിനിമ ഷൂട്ട് നടക്കുന്നത്. ബീച്ചേട്ടനാണ് ഒരു സ്റ്റാറായിട്ട് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് പൂജ സ്വിച്ച് ഓൺ കഴിഞ്ഞ് നേരെ അന്ന് തന്നെ കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് അനീഷ് ഇവിടെ വന്നിട്ടുണ്ട്. അനീഷ് പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞപ്പോൾ, എടാ പൂജ അവിടെ നടക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരാൾ അവിടെ നിന്ന് അനീഷിനോട് ചോദിച്ചു, കുറച്ച് ദൂരെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു സിനിമയുടെ ചിത്രീകരണത്തിന്റെ പൂജ തുടങ്ങുകയാണ്, ഇന്ന് സിനിമ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു പ്രായം ചെന്ന ആളാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ആ പദ്ധതി എന്ത് തന്നെയാണെങ്കിലും അതൊരു വൻ വിജയമായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ അനീഷ് എന്നോട് അത് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പറഞ്ഞു എന്നുള്ള കാര്യം, പ്രായം ചെന്ന ആള്. അദ്ദേഹത്തെ എനിക്കും അറിയില്ല, ഇന്ന് അനീഷിനും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ, നമുക്ക് ആർക്കും അറിയാത്ത ഒരാൾ പറഞ്ഞിട്ട് പോയ ഒരു ചെറിയ വാക്ക് എന്തുമാത്രം എനർജിയാണ് പിന്നീട് തുടർന്ന് അങ്ങോട്ടുള്ള 65 ദിവസങ്ങൾക്ക് ഈ സിനിമയുടെ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ എന്നെ പ്രചോദിപ്പിച്ചതെന്ന് കൂടി ഞാനിവിടെ പറയുകയാണ്. ആ നല്ല മനസ്സിനെ, ആ നല്ല വ്യക്തിയെ ഈ സമയത്ത് ഹൃദയപൂർവ്വം ഓർക്കുന്നു. ഇനി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സിനിമയുടെ കഥ എന്നോട് ആദ്യമായിട്ട് വന്ന് പറയുന്ന റൈറ്റേഴ്സ് ആനന്ദും ശരത്തും, അവിടെ നിന്നാണല്ലോ ഇതിന്റെ ഉത്ഭവം. അവരെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതേപോലെ ഈ കഥ ആദ്യമായി പോയി പറഞ്ഞപ്പോൾ ബിജുവേട്ടനും ആസിഫും തന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ബിജുവേട്ടൻ എത്ര ശ്രദ്ധാപൂർവ്വം ആസിഫിന്റെ അടുത്ത് പലപ്പോഴും എനിക്ക് കഥ പറയേണ്ട, ചിലപ്പോൾ സൂചിപ്പിക്കാതെ പറയും, കാരണം ആസിഫ് കൂടുതൽ നമ്മളെ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ബിജുവേട്ടൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു കഥയുമായിട്ട് പോകുന്നത്. ബിജുവേട്ടൻ എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് ആ കഥ കേട്ടത്. 1.5 മണിക്കൂർ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളുടെ പേര് വെച്ചിട്ട് തിരിച്ച് ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നു. ആ ബിജുവേട്ടനും ആസിഫും നെടുന്തൂണുകളായി കൂടെയുണ്ടെന്നുള്ള ധൈര്യമാണ് ഈ സിനിമ പിന്നീട് ഏറ്റവും മനോഹരമായി ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി സിനിമയിൽ ഉണ്ടായിരുന്ന ആരെയും വ്യക്തിപരമായി പറയുന്നില്ല. ടെക്നീഷ്യൻസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും വയനാടിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഇവിടെ വരാമെന്ന് പറഞ്ഞിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. എല്ലാവരും യഥാസമയത്ത് വരും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, നമ്മുടെ പ്രിയപ്പെട്ട, ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങളെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ആന്റണി പെരുമ്പാവൂർ ചേട്ടനെ സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഒരുപാട് നല്ല സിനിമകൾ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള പ്രിയപ്പെട്ട AK സാജൻ സാറിനെ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത്, ഞാൻ എന്ത് കാര്യവും എന്ത് സംശയവും സിനിമാ സംബന്ധമായിട്ടും അല്ലാതെയും ഒക്കെ എപ്പോൾ വേണമെങ്കിൽ മച്ചാ എന്ന് പറഞ്ഞ് വിളിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അനൂപ് മേനോനെ സ്വാഗതം ചെയ്യുന്നു. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ മലയാള സിനിമയുടെ ചരിത്രമാണ് എടുത്തു മാറ്റിവെച്ചത്. അത് സംവിധാനം ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ സഹോദരൻ ചിദംബരത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഏറ്റവും സ്നേഹം നിറഞ്ഞ സമീർ ഹംസ, എപ്പോഴും ഒരു നെടുന്തൂണായ സഹായത്തിന് കൂടെയുള്ളതാണ്. സമീറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പലപ്പോഴും നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ജോസഫ് അന്നംകുട്ടി ജോസിനെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഒത്തിരി പേര് വരാനുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും, അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ, ടെക്നീഷ്യൻസിനെയും ആക്ടേഴ്സിനെയും ഒക്കെ, പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിക്ക് വന്നിട്ടുണ്ട്, ഏറ്റവും ബാക്കിലിരിപ്പുണ്ട്, അവരെല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ പരിപാടി തുടങ്ങാം. താങ്ക് യു.